വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് മാർച്ച് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് മാരാരെ അറിയുന്നത്. എന്താണ് നിങ്ങൾക്ക് അഖിൽ മാരാറിനെ കുറിച്ച് അഭിപ്രായം ഗൈസ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മാരാറിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറ, അറിയാനുള്ളൊരു കൊതി കണ്ട. ഓക്കെ, മാരാരി ഞാൻ ഇതുപോലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ അത് BJP-യിലോട്ടായി, പിന്നെയും തിരിച്ച് കോൺഗ്രസിലോട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ 2020 പോവുകയും ചെയ്ത് ഇലക്ഷനിൽ നെറ്റ് തന്നെ പൊട്ടുകയും ചെയ്തു. ഇപ്പോൾ തന്നെ വീണ്ടും പാർട്ടിയിലോട്ട് മാറുന്നു. ഇനി കമ്മ്യൂണിസ്റ്റിലോട്ടാണോ അതോ TVKയുടെ വല്ലതും പാർട്ടിയാണോ, വിജയുടെ വല്ലതും പാർട്ടി ഒക്കെ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ആവുമെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല ഗൈസ്. കാരണം അഖിൽമാരാരുടെ ഒരു സ്റ്റാൻഡേ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒന്ന് ലൈക്ക് അടിച്ച് അന്ന് ഹൈപ്പും കൂടെ കൊടുത്തു, പരമാവധി ഒന്ന് ഷെയറും കൂടെ ചെയ്തു. എന്തായാലും കോട്ടത്തല പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അതിന്റെ അല്ല, എനിക്കൊരു തമാശയായിട്ട് ഞാൻ വിറ്റിരുന്നത്. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപ ശരിക്കും പൈസ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ BJP പാർട്ടിക്കാരെ. 2020 നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എവിടെ പോയി മാരാരെ? ഓക്കെ, ചിലപ്പം മാരാര് പറയുന്നതായിരിക്കാം ശരി. മാരാരിന് പൈസ കിട്ടി കാണത്തില്ല. മാരാര് ബൈക്ക് വിറ്റ് കാറ്, ഇപ്പം നല്ല ബെൻസ് കാറും വിറ്റ് ഇലക്ട്രിക്കൽ ഒരു കാർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ നടന്ന ഒരു മനുഷ്യനാണ്. കാരണം വേറെ ഒന്നുമല്ല, BJP പാർട്ടിയിലോട്ട് വന്നപ്പോൾ സൗഹൃദങ്ങൾ കുറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞു, പ്രൊമോഷൻസ് കുറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ പൈസ ഇല്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇലക്ട്രിക്കൽ വണ്ടി എടുത്തത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം. ആദ്യം എണ്ണം പറ. പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ? അല്ല, 20 വർഷമായിട്ടൊന്നും തന്നില്ല. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട, അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് എന്റേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എന്റെ പോസ്റ്റർ എന്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വെച്ച് തരുന്നേ. എൻ്റെ പൊന്നോ, ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും നല്ല സൈഡിലോട്ട് വെച്ച് തരാം. കണ്ടോ, ഇതൊക്കെയാണ് പുള്ളിയുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എന്ന് പറയുന്നത്. കേരളം ഞെട്ടിക്കുന്ന രീതിയിലെ ക്രിയേറ്റിവിറ്റിയാണ് പുള്ളി കാണിക്കുന്നത്. ഇലക്ഷന് ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വന്നിട്ട് ക്രിയേറ്റീവ്. എന്തെങ്കിലും നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് നിങ്ങളൊരു കോമഡി പീസായിട്ട് ആൾക്കാരെ ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിന് മുമ്പ് 5 ലക്ഷം രൂപ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല. കാര്യം തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചെലവഴിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് റൂം എടുത്തു കൊടുത്തു, ഇതിനെല്ലാം ചെലവല്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കില്ലേ? ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ? ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ചെലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്തത്. പിന്നീട് ഞാൻ ചെലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. എനിക്ക് തിരിച്ചു വന്നു. നിങ്ങൾ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്. എന്റെ പൊന്ന്, എന്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചെലവ് കുറയും. കാര്യം എന്റെ അച്ഛന് ക്യാൻസർ ആണ്. ഞാൻ ആഡംബരത്തിന് ഒരു കുറവില്ലായിരുന്നു. എനിക്ക് പെട്രോൾ അടിക്കാൻ തന്നെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് കോഴിക്കോട് വരാൻ കണ്ട് ഇത്ര രൂപയുടെ 50,000 രൂപയുടെ പെട്രോളിന്റെ കണക്ക് പറഞ്ഞൊരു മനുഷ്യനാണ്. ഞാൻ ഒരു കാര്യം പറയാം, പണം വരും പോകും. പക്ഷെ നമ്മുടെ ജീവിതം ഒന്ന് ചവിട്ടി പിടിച്ച് പോയാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല ബ്രോ. ഉള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ഇച്ചിരി ആഡംബരം കൂടുതലുമായിരുന്നു, പൊങ്ങച്ചവും കൂടുതലായിരുന്നു. പിന്നെ ഇപ്പം സ്റ്റാൻഡും ഇല്ല. അതെല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. ഓക്കെ, ബാക്കി കൂടെ പറയാം. എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4,000-5,000 രൂപ ചെലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴികേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാന്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം പ്രതീക്ഷിച്ചായിരുന്നു നിൽക്കുകയൊക്കെ ചെയ്തതല്ലേ? അതാണ് കുഴപ്പം. ഈ രമേശ് ചെന്നിത്തലയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാരെ നിർത്താനും ഒക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില മുസ്ലിംസിനുള്ള എതിരെയുള്ള കുറേ നിലപാടുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആവുന്നതുകൊണ്ടായിരിക്കാം. കോൺഗ്രസിന്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നേരെ പോയേനെ. പിന്നെ ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അടുത്ത വട്ടം ഇലക്ഷന് നിർത്താമെന്നുള്ള രീതിയിലും കോൺഗ്രസ്സുകാരൊരു വാഗ്ദാനം കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാനാ പുള്ളിയുടെ എടുത്തിച്ചാട്ടം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ഞാൻ വന്നതിന് ശേഷം കുറെ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത ലക്ഷ്മി പ്രിയ വീണെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നടന്നു.
അല്ലെങ്കിൽ പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകും. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ടതാണ്. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ. ഒരു ലക്ഷ്മി പ്രിയ നല്ല രീതിയിൽ വിവരക്കേട് പറയുന്നുണ്ട് ബ്രോ. അത് തന്നെ ധാരാളം. ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനായിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പൊ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. എറണാകുളത്ത് മാത്രമുള്ള അപ്പൊ BJP-ക്കാരെ മൊത്തമായിട്ട് ആക്ഷേപിച്ച് ഇപ്പം കണ്ടില്ലേ, പൈസ പൈസ പൈസ. ഇവനെയൊക്കെ കൊണ്ട് നിർത്തി നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ല, ബാക്കി കൂടെ കേൾക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ലാക്കില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിന്റെ ഇടയിലൂടെ ഞാൻ വൈഫിന്റെ കുറെ ഗോൾഡ് കൊണ്ട് വിറ്റു. അപ്പൊ പുള്ളി ചോദിക്കുകയാണ്, അല്ല ആക്ച്വലി മോട്ടറി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെല്ലാം വിചാരിച്ചത് അഖിൽ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020 അല്ല കിറ്റക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും എത്ര വലിയ കമ്പനിയാണെന്നുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്ത് വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണത്. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദേവി ഇത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. സിനിമാ മേഖലയിൽ നിന്നും മറ്റിതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. 2020 ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമല്ലോ വാങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവൂ. അത് കൊല്ലം ജില്ല പോലെ സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇപ്പം കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്തുള്ള ഡൽഹി സമരം ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് 2020 ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തി എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. എനിക്ക് BJP പോകുന്നതിന് മറ്റൊരു തടസ്സമില്ല. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം രാജിവെക്കുമ്പോൾ ഞാൻ പിന്നീട് ഇന്ന് വരെയും BJP-യിലേക്ക് പോകാത്തത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. ഇവനെ അവിടെ അടിപ്പിക്കില്ലേ ദേവി ഇത്. ഇനി എനിക്ക് ഒന്നും കൂടെ നിങ്ങളോട് പറയാനുള്ളത്, പിഷാരടി പണ്ട് പറഞ്ഞൊരു കാര്യം അതൊന്ന് വെച്ചേരാം. ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും ഒരു പറഞ്ഞതൊക്കെ ഞാൻ അറിയുന്നു. മാത്രമല്ല അതിന്റെ അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ അതേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണ്, നല്ല മനുഷ്യനാണ്, പുള്ളിനെ തിരിച്ചു പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ മറുപടി ഒന്നും പറയാൻ നിങ്ങളുടെ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തെറ്റിപ്പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സത്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ കൂടാണോ കോൺഗ്രസിന്റെ കൂടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി സ്വതന്ത്രനാണോ എന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും ഒരു നിലപാടില്ലാത്തൊരു മാരാറായി പോകുന്നുണ്ടല്ലോ എന്ന്. ഇനി പോകുന്ന ഏത് പാർട്ടി ആണെങ്കിലും ഉറച്ചു നിൽക്കാൻ നോക്കുക മാരാരെ. അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മാരാറിൻ്റെ സ്റ്റാൻഡിനെ കുറിച്ച് എന്താ തോന്നുന്നത് വെച്ചാൽ. കാരണം ഇതിപ്പോൾ വന്നോന്ന് ഇയാളെ വീട്ടിലുള്ളവരെയും കൂടെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. എന്തായാലും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ ആഡംബരം. ഓക്കെ മാരാരെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.